ഭഗവതേ വാസുദേവായ. 88-ാം ദശകത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഗുരുനാഥൻ്റെ മരിച്ചുപോയ പുത്രനെ യമലോകത്ത് ചെന്ന് വീണ്ടെടുത്ത് ഗുരുനാഥന് കൊടുത്തു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ദേവകീദേവിക്ക് തൻ്റെ കൊല്ലപ്പെട്ടുപോയ ആ 6 പുത്രന്മാരെയും കാണണമെന്ന് മോഹം ജനിക്കുന്നു. അത് കൃഷ്ണനോട് പറഞ്ഞപ്പോൾ കൃഷ്ണൻ സുതല ലോകത്തിലെത്തി ബലിയെ കണ്ട് ആ പുത്രന്മാരെ മാതാവിന് കാണിച്ചു കൊടുക്കുന്നു. വീണ്ടും അവരെ തിരിച്ചങ്ങോട്ട് തന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ദ്വാരകാവാസിയായ ഒരു ബ്രാഹ്മണൻ്റെ പുത്രന്മാർ അടിക്കടി മരിക്കുകയും ഓരോ പുത്രൻ മരിക്കുമ്പോഴും ആ ബ്രാഹ്മണൻ ദ്വാരകയിലെത്തി കൃഷ്ണനോടും ബലഭദ്രനോടുമൊക്കെ സങ്കടങ്ങൾ പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ 8ാമത്തെ പുത്രനും മരിച്ചു. അപ്പോഴും വന്ന് സങ്കടം പറയുന്നു. അങ്ങനെ ജനങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങി, കൃഷ്ണൻ എന്താണ് ആ ബ്രാഹ്മണനെ ഒന്ന് കടാക്ഷിക്കാത്തത്, ആ ബ്രാഹ്മണൻ്റെ സങ്കടം എന്താ കേൾക്കാത്തതെന്നൊക്കെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. അങ്ങനെ ആ ബ്രാഹ്മണൻ്റെ പത്നി വീണ്ടും ഗർഭം ധരിക്കുകയും ആ ഗർഭസ്ഥ ശിശുവും ജനിച്ച ഉടനെ തന്നെ മരിക്കുന്നു. ആ പുത്രൻ്റെ ശവശരീരവും വഹിച്ച് ആ ബ്രാഹ്മണൻ കൃഷ്ണനും ബലഭദ്രനും അർജുനും കൂടി ആ സമയത്ത് ദ്വാരകയിലുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ബ്രാഹ്മണൻ നെഞ്ചത്തടിച്ച് കരഞ്ഞ് അവിടെ ആ സഭയിലേക്ക് ഓടി വരികയാണ്. എൻ്റെ ഈ 9 പുത്രന്മാരും മരിച്ചു പോയി. എല്ലാ ജനങ്ങളുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന കൃഷ്ണൻ എന്നെ മാത്രം കടാക്ഷിക്കുന്നില്ല. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരയുന്നു. കൃഷ്ണനും ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടിട്ട് അർജുനന് സഹിക്കുന്നില്ല. അർജുനൻ ബ്രാഹ്മണൻ്റെ അടുത്തേക്ക് പോയിട്ട് അങ്ങയുടെ ദുഃഖം ഞാൻ തീർത്തു തരും, ഞാൻ ഇന്ദ്രപുത്രനായ അർജുനനാണ്, വെറും വാക്ക് ഞാൻ പറയില്ല എന്ന് പറഞ്ഞ് അങ്ങയുടെ പത്നി ഇനി വീണ്ടും ഗർഭം ധരിച്ചാൽ എന്നോട് വിവരം അറിയിക്കൂ, അപ്പോൾ ഞാൻ അവിടെ എത്താം എന്നൊക്കെ പറഞ്ഞ് ബ്രാഹ്മണനെ ആശ്വസിപ്പിച്ചയക്കുന്നു. ബ്രാഹ്മണൻ്റെ പത്നിയാകട്ടെ വീണ്ടും ഗർഭം ധരിക്കുകയും പ്രസവത്തിനുള്ള സമയമായി എന്ന് കണ്ടപ്പോൾ അർജുനനെ വേഗം കൂട്ടിക്കൊണ്ടുപോകുന്നു ബ്രാഹ്മണൻ. അർജുനാകട്ടെ സൂതികാഗ്രഹത്തിന് ചുറ്റും തൻ്റെ വില്ലുകൊണ്ടും ഓരോ ശരങ്ങളെയ്ത് ഒരു ശരങ്ങളെ കൊണ്ട് ഒരു സുതിയാഗ്രഹത്തിന് കവചമൊരുക്കുന്നു. ഒരു ഈച്ച പോലും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അതുപോലെ അർജുനൻ എല്ലാ ദിക്കിലും ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെയിരിക്കെ ബ്രാഹ്മണ പത്നി പ്രസവിച്ചു എന്നുള്ള വാർത്ത കേട്ടു. പക്ഷേ അപ്പോൾ പ്രസവിച്ച മൃതശരീരവും കൂടി കാണാനില്ല എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ വിലപിക്കുന്നു. എന്നിട്ട് അർജുനനെ വളരെയധികം അധിക്ഷേപിക്കുന്നു. അർജുനാകട്ടെ
അങ്ങയുടെ സന്താനത്തെ ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഞാൻ പോയി കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ്റെ സ്വർഗലോകത്ത് പോയിട്ട് തിരഞ്ഞു, അവിടെ കണ്ടില്ല. യമലോകത്ത് പോയി തിരഞ്ഞു, അവിടെയും കണ്ടില്ല. അങ്ങനെ ഈ 14 ലോകങ്ങളിലും ബ്രാഹ്മണൻ്റെ സന്തതികളെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ പറ്റിയില്ല. ഇനി എനിക്ക് യാതൊന്നും ചെയ്യാനില്ല എന്ന് വിചാരിച്ച അർജുനൻ തീക്കുണ്ടം ഒരുക്കി അതിലേക്ക് ചാടി മരിക്കുവാൻ തയ്യാറാവുകയാണ്. അങ്ങനെ തീക്കുണ്ടത്തിലേക്ക് ചാടാൻ പുറപ്പെട്ട ആ സമയത്ത് തന്നെ കൃഷ്ണൻ എത്തി അർജുനനെ തടയുന്നു. നീ ഒട്ടും വിഷമിക്കേണ്ട, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ബ്രാഹ്മണൻ്റെ സുതന്മാരെ മുഴുവൻ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ഒരു വേഗമുള്ള രഥത്തിലേറി അർജുനനും കൃഷ്ണനും കൂടി പടിഞ്ഞാറ് ദിക്കിനെ ലക്ഷ്യമാക്കി അതിവേഗം പോവുകയാണ്. അങ്ങനെ പോയി ആകെ അന്ധകാരം നിറഞ്ഞ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സുദർശനത്തിൻ്റെ അഭൗമമായ പ്രകാശം പ്രകാശിപ്പിച്ചുകൊണ്ട് മുന്നേറിയപ്പോൾ അർജുനന് കണ്ണുകളൊന്നും കാണാൻ പറ്റാതെയായി ആ പ്രഭ കണ്ടിട്ട്. എന്നിട്ടും കൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ നീ കണ്ണും മിഴിക്കുക എന്നിട്ട് നോക്കാൻ പറയുകയാണ്. അപ്പോൾ പാലാഴിയുടെ മധ്യത്തിൽ അനന്തശയനായി മഹാവിഷ്ണുവും ആ മഹാവിഷ്ണുവിൻ്റെ പാദം മടിയിലേന്തി ലക്ഷ്മീദേവിയും അനവധി സുകൃതികളായ മുനിമാരും ഈ ബ്രാഹ്മണൻ്റെ മരിച്ചുപോയ സന്തതികളും ഒക്കെ അവിടെ കണ്ടു അർജുനൻ. മഹാവിഷ്ണുവാകട്ടെ എൻ്റെ അംശങ്ങളായ നിങ്ങളെ 2 പേരെയും ഒന്ന് കാണണമെന്ന് വിചാരിച്ച് ബ്രാഹ്മണൻ്റെ സന്തതികളെ ഞാൻ തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്തായാലും നിങ്ങൾ ഈ കുട്ടികളെ തിരിച്ചു കൊണ്ടുപോയി ബ്രാഹ്മണന് കൊടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ് അവരെ യാത്രയയക്കുകയാണ്. കൃഷ്ണനാകട്ടെ ആ സന്തതികളെയൊക്കെ തിരിച്ചെടുത്ത് അർജുനനെ ഏൽപ്പിക്കുന്നു. അർജുനൻ വളരെ സന്തോഷത്തോടെ ബ്രാഹ്മണന്, ഒരു പുത്രനെ കാക്ഷിച്ചിരിക്കുന്ന ബ്രാഹ്മണന് 10 പുത്രന്മാരെയും കൊടുക്കുന്നു. അങ്ങനെയുള്ള ബ്രാഹ്മണനെ അനുഗ്രഹിച്ച കൃഷ്ണ, എന്നെ കൂടി അനുഗ്രഹിക്കണമേ എന്ന് പട്ടേരിപ്പാട് പറയുകയാണ്. പ്രാഗേവാചാര്യപുത്രാ ഹൃദി നിശമനയാ സ്വേയഷൽ സൂനുവീക്ഷാം കാംക്ഷന്ത്യാമാതുരുക്ത്യാം സുതലഭുവി ബലിം പ്രാപ്യ തേനാർച്ചിതസ്ത്വം ധാതുശാപാനിരണ്യാന്യുതകശിപു ഭവാൻ ശൗരിജാൻ കംസഭഗ്നാൻ ആനീയൈനാൻ പ്രദർശ്യ സ്വപദമനയഥാഹ പൂർവപുത്രാൻ മരീചേം ശ്രുതദേവ ഇതി ശ്രുതം ദ്വിജേന്ദ്രം ബഹുലാശ്വം നൃപതിം ച ഭക്തിപൂർണം യുഗപത്വമനുഗൃഹീതു കാമോ മിഥിലാം പ്രാപ്യഥ താപസൈഃ സമേതം ഗച്ഛന്തി മൂർത്തിരുഭയോര്യുഗപന്നികേതം ഏകേന ഭൂരി വിഭവൈർവിഹിതോപചാരം അന്യേന തദ്ദിനഭൃതൈശ്ച ഫലോദനാദ്യൈഃ തുല്യം പ്രസേദിധ ദദ്ദാധ ച മുക്തിമാഭ്യാം ഭൂയോധ ദ്വാരവത്യാം ദ്വിജതനയമൃതിം
തൽപ്രലാപാനപിത്വം കോ വാഗ്ദൈവം നിരുന്ധ്യാത് ഇതി കില കഥയൻ വിശ്വവോഢാപ്യസോഢാഃ ജിഷ്ണോർഗർവം വിനേതും ത്വയി മനുജധിയാ കുണ്ഠിതാഞ്ചാസ്യ ബുദ്ധിം തത്വാരൂഢാം വിധാതും പരമതമപദ പ്രേക്ഷണേനേതി മന്യേ നഷ്ടാ അഷ്ടാസു പുത്രാഃ പുനരപി തവ തുപേക്ഷയാ കഷ്ടവാദ സ്പഷ്ടോ ജാതോ ജനാനം മധ തദവസരേ ദ്വാരകാമാരപാർത്ഥ മൈത്ര്യാ തത്രോഷിതോസൗ നവമസുതമൃതൗ വിപ്രവർയ പ്രരോദം ശ്രുത്വാ ചക്രേ പ്രതിജ്ഞാം അനുപഹൃതസുത സന്നിവേക്ഷ്യേ കൃശാനോ മാനീ സത്വാമപൃഷ്ട്വാ ദ്വിജനിലയഗതോ ബാണജാലൈർമഹാസ്ത്രൈരുന്ധാന സൂതിഗേഹം പുനരപി സഹസാ ദുഷ്ടനഷ്ടേ കുമാരേ യാമൈന്ദ്രീം തഥാന്യാസുരവരനഗരീർവിദ്യയാ സാദ്യ സദ്യോ മേ അമോഘോദ്യോഗ പ്രതിഷ്യൻ ഹുതഭുജി ഭവതാ സസ്മിതം വാരിതോ ഭൂൽ സാർദ്ധം തേന പ്രതീജിം ദിശമതിജ വിനാസ്യന്തനേനാഭിയാതോ ലോകാലോകം വ്യതീതസ്തിമിര ഭരമഥോ ചക്രധാംനാ നിരുന്ധൻ ചക്രാം ശുക്ലിഷ്ടദൃഷ്ടിം സ്ഥിതമഥ വിജയം പശ്യേതി വാരാം പാരേ ത്വം പ്രാദദർശ കിമപി ഹി തമസാം ദൂരദൂരം പദം തേ തത്രാസീനം ഭുജംഗാധിപശയനതലേ ദിവ്യഭൂഷായുധാദ്യൈരാവീതം പീതചേലം പ്രതി നവജലദശ്യാമളം ശ്രീമദംഗം മൂർത്തീനാമീശിതാരം പരമിഹ തിസൃണാമേകമർത്ഥം ശ്രുതീനാം ത്വാമേവ ത്വം പരാത്മൻ പ്രിയസഖസഹിതോ നേമിഥ ക്ഷേമരൂപം യുവാമേവ ദ്വാവധിക വിവൃതാന്തർഹിതതയാ വിഭിന്നൗ സന്ദ്രഷ്ടും സ്വയമഹമഹാർഷം ദ്വിജസുതാൻ നയേതന്ദ്രഗേതാനിതി ഖലു വിതീർണാൻ പുനരമൂർദിജായാദായാദാഃ പ്രണൂതമഹിമായ പാണ്ഡുജനുഷാം ഏവേവം നാനാമിഹാരൈർജഗദഭിരമയൽ വൃഷ്ണിവംശം പ്രപുഷ്ണൻ നീജാനോ യജ്ഞഭേദൈരതുലവിഹൃതിഭിം പ്രീണയന്നേണ നേത്രാഃ ഭൂഭാരക്ഷ
ആക്ഷേപദംഭാൽ പദകമലജുഷാം മോക്ഷണായാവതീർണ പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാദൃഷു മനുജതാരൂഷിതസ്ത്വം യലാസീം പ്രായേണ ദ്വാരവത്യാമവൃതദയിതദാ നാരദസ്ത്വരസാദ്രതസ്മാല്ലേഭേം കദാചിൽ ഖലു സുകൃതനിധിസ്ത്വൽപിതാ തത്വബോധം ഭക്താനാമഗ്രയായീം സച്ച ഖലു മതിമാനുദ്ധവസ്ത്വത്തയേവ പ്രാപ്തോ വിജ്ഞാനസാരം സകില ജനഹിതായാധുനാസ്തേ ബദര്യാം സോയം കൃഷ്ണാവതാരോ ജയതി തവ വിഭോ യത്ര സൗഹാർദ്ദഭീതി സ്നേഹദ്വേഷാനുരാഗ പ്രഭൃതിപിരതുലൈരശ്രമൈർയോഗഭേദൈഃ ആർത്തിം തീർത്വാം സമസ്താമൃതപദമഗു സർവലോകാഃ സത്വം വിശ്വാർത്തിശാന്ത്यै പവനപുരപതേ ഭക്തിപൂർത്യൈ ച ഭൂയാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ